ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുടിയുടെ വീഡിയോ ഒന്നല്ല ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. റൂഫിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നത്, ഇതിനെക്കുറിച്ചുള്ളൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് ഫുള്ള് വർക്ക്, ഈ വർക്ക് തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ, റൂഫിൻ്റെ വർക്ക് അവസാനിക്കുന്നത് വരെയുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇന്നലെ കേട്ടോ, ജനുവരി 4-നാണ് നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങിയത്. ഞങ്ങൾ ഈ ഒരു ഓടൊക്കെ എടുത്ത് മാറ്റിയിട്ട് താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഓട് താഴത്തുണ്ട്, കുറേ ഓട് സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഈ ഒരു പട്ടിക ഉണ്ടല്ലോ, ഈ ഒരു പട്ടിക എന്ത് ചെയ്യണം, എടുത്ത് കളയണം. അത് ഈ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനും അനിയനും ഉപ്പയെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നാളെ തൊട്ട് നമ്മളെ വർക്കിൻ്റെ ആളുകൾ വരും. ആ കാണുന്ന ഇതുണ്ടല്ലോ കമ്പി, ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ പുതുതായിട്ട് ഇതിൻ്റെ മേലെ കയറ്റാനുള്ളത്. അപ്പോൾ ഈ പട്ടികയും എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ കൗക്കോലും, ഈ ഒരു സാധനത്തിനാണ് കൗക്കോൽ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. കൗക്കോലും എടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ കൗക്കോല് അവർ അളവൊക്കെ സെറ്റാക്കിയിട്ട് അവരെടുത്ത് കളയും. പക്ഷേ ഈ പട്ടിക ഇപ്പോൾ നമ്മൾ തന്നെ എടുത്തിട്ട് കളയണം. അപ്പോൾ അതാണ് നമ്മളവിടെ ഒരു പ്ലാൻ ഉള്ളത്. ആ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി ഇതിന് വേണ്ടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കയറ്റുക എന്നുള്ളതാണ്. 4 ഭാഗമാണ് ഉള്ളത്. ഇതൊരു ഭാഗം, ഇത് ഫ്രണ്ട് ഭാഗം, മറ്റേതൊരു സൈഡ് ഭാഗം, പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ഇത്ര തന്നെ നീളമുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ പ്ലാനിലുള്ളത്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും ആക്കി തീർക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതുപോലെ വീടുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്ന അതാണ്. ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു വളരെയധികം ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു ചുവപ്പ് കളറായിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ചിതൽ നല്ല രീതിക്ക് വീടിനെ മൊത്തത്തിലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും ബാധിച്ചിട്ടുണ്ട്. ഈവൻ കൗക്കോലിൽ വരെ, ചില കൗക്കോലിലൊക്കെ അത് പറ്റുന്ന രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചിതൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാം. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോ, നല്ല രീതിയിൽ ചിതൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തൊക്കെ, ഇത് ഫ്രണ്ട് ഭാഗം നമുക്ക് അത്രത്തോളം വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ 2 സൈഡിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൈഡൊക്കെ ഞങ്ങൾ കമ്പി ഉപയോഗിച്ചിട്ട് പട്ടിക മാറ്റിയല്ല കേട്ടോ, പട്ടിക ഫുള്ള് തിന്ന് തീർത്തിരുന്നു, ചിതൽ ഫുള്ള് തിന്ന് തീർത്തിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്ത് നേരെ കമ്പി ചെയ്തിരുന്നു. ഞാൻ ആ ഒരു ഭാഗത്ത് കമ്പി എടുത്തിട്ടില്ല. ആ ഭാഗത്തെ കമ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഈ ഫ്രണ്ട് ഭാഗം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് കുഴപ്പമില്ലായിരുന്നു, ഒരു 6-7 മാസം മുന്നേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെതൽ വന്നിട്ട് നല്ല രീതിക്ക് തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഗൗരവം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുകളിലെ ഭാഗം ചെയ്യണില്ല എന്നുള്ളതാണ് പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ മുകളിലും ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ ചെതൽ വന്നിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല എന്താ ഇനിയിപ്പോൾ ചെയ്യാന്നുള്ളത്, നോക്കട്ടെ. ചിലപ്പോൾ ഈ മുകൾ ഭാഗം എന്ത് ചെയ്യും, മാറ്റുന്നതാണ്. കണ്ടോ, ഇതാണ് ഫ്രണ്ട് ഭാഗം. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത്. ഈ ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് ഈ ചിതൽ, എത്രത്തോളം നമുക്കൊരു ശല്യമായിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു രീതിക്ക് നമ്മുടെ പട്ടികയിലൊക്കെ ചിതൽ വന്നിട്ടുണ്ട്. ചുമരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ചുമരിൽ ഈ ഒരു ഭാഗത്ത് കണ്ടോ, അത്രത്തോളം ചിതൽ നമ്മളെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കമ്പിയൊക്കെ ഞങ്ങൾ കുറച്ച് മുന്നേ ഞങ്ങൾ കയറ്റിയതായിരുന്നു. ഈ ചിതലിൻ്റെ ശല്യം കൊണ്ട് നമ്മൾക്ക് പട്ടികയൊക്കെ ഇല്ലാതായി പോയി, ചിതല പിടിച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പിന്നെ ഈ ഒരു കമ്പിയൊക്കെ അടിച്ചിട്ട് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ അതുകൊണ്ട് രക്ഷയില്ല. വീണ്ടും എന്ത് ചെയ്ത്, ഈ ചില കൗക്കോലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചിതൽ വന്നിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു വഴി നോക്കിയത്. നമ്മുടെ ഒരു മെയിൻ കൗക്കോലാണ് കേട്ടോ, ഈ ഒരു മൂലയിലെ മെയിൻ കൗക്കോലാണ്. ഇതിലൊക്കെ കണ്ടോ,
എത്രത്തോളം ചെതലിൻ്റെ ശല്യം ഉണ്ടെന്ന് നോക്ക് നിങ്ങൾ, അത്രത്തോളം. ഇത് നമ്മുടെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടോ, ഇവിടെ പട്ടികയൊന്നും ഇല്ല. പട്ടികയൊക്കെ നുരുമ്പിച്ച് ശിഥില തിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇത്രത്തോളം ഉണ്ട് കേട്ടോ കൗക്കോലിലൊക്കെ ശിഥില വന്നിട്ടുള്ള നോക്ക്. ഇനി നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ടായിരിക്കും വീടിൻ്റെ റൂഫ് മൊത്തത്തിൽ വീണ് പോവുക. സോ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമ്മളൊരു ഡിസിഷൻ, ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഓടൊക്കെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. ഇതും കൂടെ നമുക്ക് ശരിയാക്കാനുള്ളതാണ്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഈ ഒരു ബാക്ക് സൈഡും കൂടെ നമുക്ക് ശരിയാക്കണം. അപ്പോൾ നാളെ ഈ ഒരു സൈഡും കൂടെ നമ്മൾ എന്ത് ചെയ്യും, എടുത്തിട്ട് ഇതിൽ പോലെ തന്നെ ഈ ഒരു രീതിയിലാക്കി വെക്കും. പിന്നെ പണിക്കാർക്ക് അളവെടുക്കാനൊക്കെ സുഖമായിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. ഈ ഒരു വീട് വാർപ്പാക്കി എടുക്കാനുള്ള ക്യാഷൊന്നും ഇപ്പം നമ്മുടെ അടുത്തില്ല. അപ്പോൾ കുറച്ച് സേവിങ്സേ ഉള്ളൂ ഇപ്പം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വീണ്ടും ഒരു പണി പ്ലാനിലാണ് ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പിയൊക്കെ ഇറക്കിയിട്ടുള്ളത്, ഈ കമ്പി ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 1 ലക്ഷത്തിൻ്റെ മേലായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കമ്പിക്കൊക്കെ 1 ലക്ഷത്തിൻ്റെ മേലെ ചിലവ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിയണം, അതുപോലെ തന്നെ ഓട് വിരിക്കണം, ഇപ്പോൾ സീലിംഗ് മാറ്റണ്ടേ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിന് പൊട്ടിപ്പോകുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ വീടും ഇതുപോലെ തന്നെയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ശിഥിലൊക്കെ പിടിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് കോമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്സ്.